കുനു കുനി മണലരിച്ചു തരൂ അരിപ്പ ഞാൻ എടുത്തു തരാം. ഓ തന്നെത്താനെ അങ്ങ് അരിച്ച മതി സുഖമില്ല വിരലുകളി. അരികിൽ വരൂ നീ കൈകൾ തരൂ നീ വിരലുകൾ തഴുകിത്തരാം. വിരലും വിരലും തഴുകും നേരം ആശാൻ കയറി വരും. ഓ കൂടൊരു സാറ് വരും പിന്നെ സൈറ്റിന്ന് പറഞ്ഞു വിടും. ഓ ഈ വിരളും വിരളും തഴുകും നേരം ആശാൻ കയറി വരുമോ എന്ന് പറയുന്നില്ലേ, അത് ഹുക്ക് ലൈൻ ആണ് ശരിക്കും പറഞ്ഞ. ആശാൻ അവിടെ വിഷ്വലൈസേഷൻ സാധ്യമായി. ഇനി ആരും ആ പാട്ട് കേൾക്കാതെ എണീറ്റ് പോകൂല, മനസ്സിലായില്ലേ? ആ പാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി എന്ന് പറയുന്നത് വിരളും വിരളും തഴുകും നേരം ആശാൻ കയറി വരുമെന്ന്. ഒറിജിനൽ പാട്ടിൽ ഇത്രയും വലിയ വിഷ്വലൈസേഷൻ ഇല്ല. കാരണം വരികളിലൂടെ പോകുമ്പോൾ ശരിക്കും സാധാരണക്കാരന് അർത്ഥം മനസ്സിലാവണമെന്നില്ല, മനസ്സിലായി, സങ്കല്പിക്കണം. പക്ഷെ സുധീറിന്റെ പാട്ടിൽ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല, സ്റ്റോറിയാണ്, സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതൊരു അസാമാന്യ കഴിവായിട്ട് ഞാൻ ശരിക്കും സുധീറിനെ മുമ്പിലിരുത്തി പുകഴ്ത്തണല്ല കേട്ടോ, എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം നമ്മളിപ്പോ മീറ്റർ അനുസരിച്ച് ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ചെറിയ മീറ്ററാണ്, അപ്പം നിലാവ്, കിനാവ് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുള്ളൂ മലയാള സിനിമയിൽ. അതുകൊണ്ടാണ് ഈ കവികളൊക്കെ ഇപ്പൊ റഫീഖ് അഹമ്മദിന് കവിത എഴുതാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല, അസാധ്യമായിട്ട് എഴുതാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ മീറ്ററിനനുസരിച്ച് എഴുതി പോവാ. ഈ മീറ്ററിൽ അവർ നടത്തിയ അഭ്യാസത്തിന് പുനരവതരിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ സുധീർ നടത്തുന്ന ഒരു അഭ്യാസം എന്ന് പറയുന്നത് കഥ കൊണ്ടുവരിക എന്നുള്ളതാണ്. വേറെ ലെവൽ. ഞാനത് ഇവിടെ പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മള് വിളിക്കിരിക്കുമല്ലോ പണ്ട് പറമ്പിലൊക്കെ പോയി കാര്യം സാധിക്കൂല. ആ ഒരു സാധനത്തെ നമ്മൾ അത് പറയാതെ തന്നെ കൈതപ്രസാറിന്റെ വരിയാണെന്ന് തോന്നുന്നത്. അപ്പൊ അതത് പറയാതെ തന്നെ അതിന് മോശം ആയിട്ടുള്ള വരികൾ പറയാതെ ആ മോശം കാര്യത്തെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെ. അത് മറ്റേ വേളിക്ക് വെളുപ്പാങ്കാലം. ജോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിൻ കരയെത്തേണം, ചുണ്ടത്തൊരു ബീഡി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം, സ്മൂത്തായി കാര്യം കാണാൻ പഴം രണ്ടു കഴിക്കണം, ഫലം കണ്ടു തുടങ്ങിയിടും. ജോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിൻ കരയെത്തേണം, ചുണ്ടത്തൊരു ബീഡി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം. പാലു വിൽക്കണ സോമന വഴി ചുമ്മാതെ നടക്കുമ്പോൾ കുറ്റിക്കാട്ടിലൊളിച്ചിരിക്കണ ജോണിയെ കണ്ടു. പഞ്ചായത്തിലപേക്ഷ വെച്ചാൽ വീട്ടിലാകാലോ, നോ നോ നോ. പഞ്ചായത്തിലപേക്ഷ വെച്ചാൽ വീട്ടിലാകാലോ, കാറ്റുമൂളണ ഫീലതൊന്നും വീട്ടിലില്ലല്ലോ, തൊട്ടാവാടികളും ആ ചൊറിയൻ തുമ്പകളും. ഞാനിത് ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ. പണ്ട് കാലത്തുള്ളവർക്കൊക്കെ അത് അനുഭവമാണ് ശരിക്കും. അല്ല ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ലേ? കൈതപ്രം സാറിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. വരികളും മ്യൂസിക്കും സാറ് തന്നെ ചെയ്തതാ. ഇത് ഏകദേശം ലാസ്റ്റ് ടൈമോടുകൂടിയൊക്കെ ഇറങ്ങിയ പാട്ടാ. പക്ഷേ ഇത് അസാധ്യ പാട്ട് കേട്ടോ. കാരണം നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പോണ്ടോ ഈ വരി ഇത് എവിടെയെങ്കിലും എത്തുമെന്ന് നമുക്കറിയാം. ഈ കഥയില്ല, അത് ചൊറിയണം തൊട്ടാവാടിയൊക്കെ ഉള്ള ഇതായിരിക്കുമല്ലോ. ഇത്രയും ബുദ്ധി എവിടെന്നാ? പണ്ട് കാലത്തെ അനുഭവങ്ങളാണ് അതൊക്കെ. അനുഭവങ്ങളാണ് ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ മിമിക്രി ആയിട്ടൊക്കെ നടക്കുമ്പോൾ എനിക്കൊന്ന് നവോദയയിലാണ് തുടങ്ങിയത്. എവിടെയാണ് തുടങ്ങിയത്? നവോദയയിലല്ല, നവോദയയിലൊക്കെ പിന്നീടാണ് വന്നത്. അതിനു മുമ്പേ ഞങ്ങള് ബിജുക്കുട്ടൻ അങ്ങനെ ഒരു ടീമൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. മിമി വോയിസ് എന്ന് പറഞ്ഞൊരു ടീം അവിടെ. അത് ഞങ്ങൾ കുറെ നാട്ടുമ്പുറ കുറച്ച് ചെറുപ്പക്കാരുള്ളവർ കൂടിയിട്ട് ഒരു ചെറിയ പരിപാടി ഒക്കെ തുടങ്ങി. അതിനുശേഷം പിന്നെ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഇവിടെ ചോറ്റാനിക്കൊരു ട്രൂപ്പിന്റെ ഒരു ഇതിന് തുടങ്ങി. പക്ഷെ ആ ടീം നടന്നില്ല. അത് ഇവിടെ എറണാകുളത്തായിരുന്നു എൻ്റെ ഇന്റർവ്യൂ. അതിന് എന്നെ കൂട്ടുകാരാണ് എന്നെ കൊണ്ടുവന്നത്. അന്ന് വെളുപ്പിനോട്ട് ആൾക്കാർ ഇഷ്ടം പോലെ വന്നിട്ട് 72 പേരോളം ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകൾ ഇതിൽ ആ ട്രൂപ്പിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്. വന്നതിൽ 10 പേരെ സെലക്ട് ചെയ്ത് എന്നെയാണ് പിന്നെ ഒരാളെ സെലക്ട് ചെയ്തത് ഇതിലിട്ട്. അങ്ങനെ പോയിട്ട് ക്യാമ്പൊക്കെ കഴിഞ്ഞാൽ നടന്നില്ല. അന്ന് മിമിക്സ് ഗാനമേള എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായി. ഈ നമ്മൾ കണ്ട നാളം കൊണ്ട് ശബ്ദം ഉണ്ടാക്കിയുള്ള ഗാനമേള ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ കൂടുതലും അങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെ ആ ട്രൂപ്പ് അടക്കണ്ട പിന്നെ കൊച്ചിൻ സാക്സ് എന്ന് പറഞ്ഞൊരു ടീമിൽ ബിജുക്കുട്ടൻ അങ്ങനെ കുറേ ടീമൊക്കെ ഉണ്ട്, പറവൂർ രാജേഷ്, അങ്ങനെ കുറേ ടീമുകളുള്ളൊരു പരിപാടിയിൽ നമ്മളെ വിളിക്കണം, മ്യൂസിക് എന്ന് പറഞ്ഞ് വിളിക്കണം അവിടെ ഈ മിമിക്സ് ഗാനങ്ങൾക്ക്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ബിജു ചാലക്കുടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ടീമായിരുന്നു അന്നതിൽ. അതിൽ നിന്ന് മാറിയിട്ട് മിമി ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീം, ബിജുക്കുട്ടൻ ഞാൻ രാജേഷെ കൂടി ഒരു ടീമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. വിനോദ് കടാവങ്കൽ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് പിന്നെ എറണാകുളത്തേക്ക് ഞാൻ പോരുന്നത്, പറവൂരിൽ നിന്ന് വരുന്നത്. പറവൂർ വന്നിട്ട് ഞങ്ങളൊരു കോട്ടയം വില്യംസ്, ബാബു ജോസൊക്കെ ഉള്ളൊരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടീമിൽ തുടങ്ങി ഞങ്ങൾ. പിന്നെ അങ്ങനെ വന്നാണ് പിന്നീട് ബൈ ജോസഫ് ആവശ്യം ഞങ്ങൾ ജീവൻ ടി വിയിൽ ഒരു പരിപാടിയൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് മനോജ് ഇന്നസെൻ്റെ ട്രൂപ്പിലേക്ക് ഞാൻ പോകുന്നത്. പക്ഷെ അതിൽ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ഞാൻ മനോജ് ഇന്നസെൻ്റിൽ
ആദ്യം വിളിച്ചപ്പോൾ ചെല്ലാൻ പറ്റിയില്ല, പക്ഷെ രണ്ടാമത് പിന്നെ ചെല്ലണത് ഗായകനായിട്ടാണ്. പാട്ട് പാടണം എന്നുള്ള ഇതിലാണ് ചെയ്യുന്നത്. പറഞ്ഞാൽ ഫില്ലായി ഇപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ കയ്യിൽ. അപ്പോൾ അത് വിളിച്ചപ്പോൾ ചെല്ലാനും പറ്റിയില്ല, നമുക്ക് ചെല്ലാൻ നേരത്ത് ഇങ്ങനെ ഇപ്പം നല്ല ടീമാണ് അന്നത്തെ ഹൈലൈറ്റ് ടീമാണെന്ന്. അപ്പോൾ അതിൽ ചെല്ലാൻ വേണ്ടി ചോദിച്ചപ്പോൾ പുള്ളിയുടെ ഒരു ഗായകൻ ഒരു ദിവസം ചെല്ലാണ്ടായപ്പോൾ എന്നെ വിളിച്ച്. അങ്ങനെ അന്ന് ചെന്ന് നമ്മൾ ഗായകനായിട്ട് കയറിയണമെന്ന് 3 പാട്ട് അത് പാടി. പിന്നെ ആ കൂട്ടത്തിലൊക്കെ ഇവർ സ്കിറ്റ് അടുത്ത കൊല്ലമായപ്പോഴേക്കും സ്കിറ്റ് കളിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അന്ന് തുടങ്ങിയാണ്ട് ഈ തത്തമ്മയുടെ പരിപാടി അത് മനോഹരം പറയുന്നു. അന്ന് നീ അവിടെ കൊണ്ടുവന്ന തത്ത ഇന്നുകൊണ്ടാന്ന് ചോദിക്കും. ആ തത്തയാണ് നിന്നെ അന്ന് കൊണ്ടുവന്നത് പറയും. അപ്പം അന്നൊരു തത്തനെയൊക്കെയാണ് ഇങ്ങനെ ഉത്സവപ്പറമ്പിൽ മേടിച്ച് തലയിലേക്ക് വെച്ചിട്ടിട്ട് ഇവരെ ബാലെ കളിക്കുന്ന കൂട്ടത്തിൽ റെക്കോർഡ് ഡ്രാമയുണ്ട്. ആ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ ഇങ്ങനെ കുതിരപ്പുറത്ത് ചാടിപ്പോണ്ടൊരു ഇതൊക്കെ കാണിക്കും വെറുതെ ഇടയിൽ കൂടി പോയിട്ട്. അങ്ങനെ ഇവർ പുള്ളി ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ അതിലിങ്ങനെ ഒരു കഥാപാത്രമായിട്ടൊക്കെ കയറിയതാണ് അങ്ങനെ. അപ്പോൾ പിന്നെ സ്കിറ്റിലോട്ടൊക്കെ പയ്യെ പയ്യെ വന്ന് പിന്നെ നമ്മുടേതായ കുറച്ച് സ്കിറ്റുകൾ നമുക്ക് ഇറക്കാൻ പറ്റിയത് മഴവിൽ മനോരമ വന്നപ്പോഴാണ്. നമ്മുടെ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലെ സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് മറ്റേ ബെഡായിക്കേണലാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് കഥാപാത്രം. അതാണ് ആദ്യത്തെ ഹിറ്റ്, തള്ളി മറിച്ചതാണ് കേണൽ. അവിടെ നിന്നാണ് നമ്മുടെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അതിൻ്റെ പിറ്റേ ഇതിന് ഫ്ലവേഴ്സ് ചാനൽ നാടോടിക്കാറ്റിൽ ക്ലിഞ്ഞോ പിളിഞ്ഞോ സോൺസ് ഉള്ളത് കയറി, അതും അങ്ങനെ വൈറലായി. കേണല് മറ്റേ കടലിന് അപ്പുറത്ത് കഴിഞ്ഞിട്ട് മുത്തുകൾ കോർക്കും പോലെ ഇങ്ങനെ അവിടെ വന്നപ്പോ ഉണ്ടല്ലോ ഈ കഥ ശരിക്കും നമ്മൾ വിശ്വസിച്ചു. തള്ളാണ്, പക്ഷെ ഈ തള്ളു കഥയില് ഒരു ലോജിക്ക് ഇല്ലാത്ത സാധനമാണ്, പക്ഷെ അതിലൊരു ലോജിക്ക് ഉണ്ട്. അപ്പുറത്ത് എറിഞ്ഞപ്പോ വരെ നമ്മൾ വിശ്വസിച്ചില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ മുത്തുകൾ പോലെ തള്ളി വിട്ടു എന്ന് പറയുമ്പോ ശരിയാണല്ലോ, അങ്ങനെ തള്ളി വിട്ടാ പോകും. മുത്ത് കോർക്കണ പോലെ ഇവർ ഞാൻ ഇങ്ങോട്ട് തള്ളിത്തള്ളിയോട് വിടുകയാണ്. അപ്പൊ തൊട്ടപ്പുറത്ത് നിന്ന ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസ് എന്നോടൊന്ന് ചോദിക്കണേ, എന്റെ പൊന്നിക്കേണല്ലേ എന്ത് തള്ളാടാ നീ തള്ളണേ. അപ്പൊ ഇവര് പറയും അത് തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അല്ല അവിടെ കൊണ്ടുവന്നാണ് അതിനെ ഫിനിഷ് ചെയ്യുന്നുണ്ടല്ലോ. അത് ഫിനിഷിങ്ങും ആ ഇടയ്ക്കുള്ള, അതായത് നിങ്ങൾ ഈ എഴുതും പോലെ തന്നെ കഥയിലും ഒരു ഹുക്ക് ഉണ്ട്. അതിൽ ആ മുത്ത് തള്ളുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഇപ്പോഴും ഈ കഥ കേൾക്കുമ്പോൾ മുത്ത് തള്ളുന്ന സ്ഥലത്ത് ഞാൻ ബ്ലാങ്ക് ആണ്. എന്ന് വെച്ചാൽ ആ കഥ കേട്ടോണ്ടിരിക്കുക, ശരിയാണല്ലോ നമ്മളിങ്ങനെ മുത്ത് തള്ളുമ്പോൾ തള്ളിയെ പോകുമല്ലോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. കേണൽ വരുമ്പോൾ പ്രത്യേകത വെച്ചാൽ പുള്ളിക്ക് എന്തും പറയാം, എന്തും പുള്ളിക്ക് വിളിച്ചോളൂ. സത്യമാണോ നോണയാണോ എന്നൊന്നും ആർക്കറിയില്ല. പുള്ളി പട്ടാളത്തിലാണോ എന്നൊന്നും ആർക്കറിയില്ല, ഉണ്ടായിരുന്നില്ലയോ, അതൊക്കെ ഒരു ഇതാണ്. പുള്ളിക്ക് എന്തും പറയാം, മറ്റുള്ളതുപോലെ ലോജിക്കിന്റെ പ്രശ്നം അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് കുറെ കഥകൾ ഇങ്ങനെ അതിൽ ഇങ്ങനെ കേട്ടു. അത് ചെയ്ത സമയത്തൊക്കെ അത് ഇതിൽ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റേജിൽ അത്രയും പോയിട്ടില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ. ഇപ്പോഴത്തെ ഡിജിറ്റൽ മീഡിയത്തില് രണ്ടാമത് ഈ കഥ പറയാൻ പറ്റില്ല, രണ്ടാമത് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഈ പണ്ട് മിമിക്രി ആർട്ടിസ്റ്റിൽ അനുഭവിക്കും പോലെയല്ലോ. ഇപ്പൊ മഹേഷ് കുഞ്ഞുമോനൊക്കെ വന്നപ്പോൾ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഭയങ്കര ചലഞ്ചിങ് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പുതുതായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം KL7 മാമനും നിൽക്കണമെങ്കിൽ പുതിയ പാട്ട് വേണം. ഇത് ഇടയ്ക്കൊക്കെ ആവർത്തിക്കുന്നത് കേൾക്കാൻ സുഖമുള്ളതും പിന്നെ കുറച്ച് പഞ്ചുണ്ട് ഇതിനകത്ത്. പക്ഷെ എങ്കിലും പുതിയതുണ്ടെങ്കിലേ നിൽക്കാൻ പറ്റുള്ളൂ. അത് കുറച്ചുകൂടെ ചലഞ്ചും ക്വാളിറ്റിയും കൊണ്ടുവരില്ലേ മിമിക്രി, കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്തില്ലേ? പിന്നെ തീർച്ചയായിട്ടും വേണം. കാരണം ഇവരുടെ ഒപ്പം ഓരോ ദിവസം ഓരോരുത്തര് വരെയാണ് ജനിച്ചു വരണം അവരെ ഇതിൽ, എന്താ പറയാ, മിമിക്രിയുടെ ഇതിൽ തന്നെ നമ്മളെ ഞെട്ടിക്കാണ് വന്നിട്ട്. അപ്പൊ നമ്മൾ അത്ര ഇതിൽ പിടിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നണത്. നമ്മള് ഒരു ഇതിൽ തന്നെ നിൽക്കാതെ ഒരെണ്ണം വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കാതെ അടുത്തൊരു സംഭവം കൂടി നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കണം. എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി നമ്മളെപ്പോഴും. ഇല്ലെങ്കിൽ നടക്കില്ല, അല്ലെങ്കിൽ പ്രശ്നമാണ്.